ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, കുഞ്ഞുങ്ങളെ നിങ്ങളേവരെയും വീണ്ടും വരുമെന്ന് അരുളിച്ചത് ഉദ്യതനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാതവചനത്തിലേക്ക് വളരെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ധ്യാന വിഷയമായി കൊണ്ടുവന്നിരിക്കുന്നത് പ്രകാശിക്കുന്നവർ ആയിരിപ്പീൻ. എങ്ങനെയാണ് നാം പ്രകാശിക്കേണ്ടത്? അതിനായി നാം നമ്മെ തന്നെ ഒന്ന് പഠിക്കേണ്ടതുണ്ട്. പഠിക്കുമ്പോൾ മനസ്സിലാവും നമ്മുടെ ഗുണദോഷങ്ങൾ എന്തെല്ലാം ആണ് എന്ന്. അത് തിരിച്ചറിഞ്ഞാൽ നമ്മുടെ കുറവുകളെ തിരുത്തുവാൻ നമുക്ക് സാധിക്കും. അതിനായി നാം ചെയ്യേണ്ടത് ദൈവവേദൽ ആകുക എന്നതാണ്. ദൈവവേദലാകണമെങ്കിൽ നാം അവങ്കിലേക്ക് അടുത്തു ചെല്ലണം. അതിനായി നാം നോക്കേണ്ടതായ ഒരു വേദഭാഗമുണ്ട്. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 8-ാം അധ്യായം 12-ാം വാക്യം നമുക്ക് ഒന്ന് നോക്കാം. യേശു പിന്നെയും അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവനാകും എന്ന് പറഞ്ഞു. ഇവിടെ യേശു സ്വയം എടുത്തു പറയുന്നത്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവൻ ആകും എന്നാണ് ഇവിടെ എടുത്ത് പറയുന്നത്. നമുക്ക് അവനെ അനുഗമിക്കാം. അവനെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവൻ ആകും. ജീവൻ്റെ വെളിച്ചം നമ്മൾ ഉണ്ടെങ്കിൽ നാം നല്ല പ്രവൃത്തികൾ മാത്രമേ ചെയ്യുകയുള്ളൂ എന്ന് ഈ അവസരത്തിൽ ഞാൻ എടുത്തു പറയുവാൻ ആഗ്രഹിക്കുന്നു. നാം നല്ല പ്രവൃത്തികൾ ചെയ്യുമ്പോൾ അത് വീടിനും നാടിനും സഭയ്ക്കും ഗുണകരമാകും. നമ്മിലുള്ള പ്രകാശം നാം തിരിച്ചറിഞ്ഞ് അത് മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെടത്തക്കവണ്ണം പ്രവർത്തിക്കണം. യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിക്കണമെങ്കിൽ അവൻ കാണിച്ചു തന്നതായ പാതയിലൂടെ നടക്കണം. മാത്രമുള്ളവനായ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 60-ാം അധ്യായം 1-ാം വാക്യത്തിൽ എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. അതിനായി നീ അവനിലേക്ക് നോക്കുക, അവൻ നിന്നെ പ്രകാശിപ്പിക്കും, ലജ്ജിക്കാൻ അനുവദിക്കുകയില്ല. അതിനായി നാം പ്രാർത്ഥിക്കണം. സങ്കീർത്തനങ്ങൾ പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. 4-ാം സങ്കീർത്തനം 6-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, നമുക്ക് ആർ നന്മ കാണിക്കുമെന്ന് പലരും പറയുന്നു. യഹോവേ, നിന്റെ മൃഗപ്രകാശം ഞങ്ങളുടെ മേൽ നീ ഉദിപ്പിക്കണമേ എന്ന് ഇവിടെ പ്രാർത്ഥനയാണ് നമ്മൾ കാണുന്നത്. മറ്റുള്ളവർ പറയുന്നത് പോലെ നന്മ ആർ കാണിക്കുമെന്ന് പറയുന്നത് പോലെ അല്ല. ഇവിടെ യഹോവേ, നിന്റെ മുഖപ്രകാശം ഞങ്ങളുടെ മേൽ ഉദിപ്പിക്കണമേ എന്നാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. 36-ാം സങ്കീർത്തനം 9-ാം വാക്യത്തിൽ പറയുന്നതും, നിന്റെ പക്കൽ ജീവൻ്റെ ഉറവുണ്ടല്ലോ, നിന്റെ പ്രകാശത്തിൽ ഞങ്ങൾ പ്രകാശം കാണുന്നു. ഇവിടെ നാം കാണുന്നത് വിശ്വാസമാണ്. ഒരു നല്ല ക്രിസ്ത്യാനിയുടെ വിശ്വാസമാണ് 36-ാം സങ്കീർത്തനത്തിൽ 9-ാം വാക്യത്തിൽ ഇവിടെ നാം കാണുന്നത്. അങ്ങനത്തെ ഒരു വിശ്വാസം നമുക്കുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. നമ്മൾ കുറേ പേരെങ്കിലും ഇരുട്ടിലാണ് സഞ്ചരിക്കുന്നത്. അതിൽ നിന്ന് രക്ഷ പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ മഹത്വമുള്ളവനായ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 60-ാം അധ്യായം 9-ാം അധ്യായം 2-ാം വാക്യം നമുക്ക് ഒന്ന് വായിച്ചു നോക്കാം. ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. അന്ധതമസ്സുള്ള ദേശത്ത് പ്രവർത്തിച്ചവരുടെ മേൽ പ്രകാശം ശോഭിച്ചു എന്ന് ഈ വേദഭാഗത്ത് നമ്മളോട് പറയുന്നു. വിശക്കുന്നവനോട് നീ താല്പര്യം കാണിക്കുന്നുവെങ്കിൽ, കഷ്ടതയിലിരിക്കുന്നവന് തൃപ്തി വരുത്തുന്നുവെങ്കിൽ നാം പ്രകാശമുള്ളവരായിരിക്കും. മാത്രമുള്ളവനായ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 58-ാം അധ്യായം 10-ാം വാക്യത്തിൽ അതിനെക്കുറിച്ച് എടുത്ത് പറയുന്നുണ്ട്. വിശപ്പുള്ളവനോട് നീ താല്പര്യം കാണിക്കുകയും കഷ്ടതയിലിരിക്കുന്നവനെ തൃപ്തി വരുത്തുകയും ചെയ്യുന്നുവെങ്കിൽ നിന്റെ പ്രകാശം ഇരുളിലുദിക്കും, നിന്റെ അന്ധകാരം മധ്യാഹ്നം പോലെ ആകും എന്നാണ് ഈ വേദഭാഗം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. അതിനായി നാം പ്രകാശമുള്ളവരായിരിക്കണം. മറ്റുള്ളവർക്ക് പ്രകാശം പകരുവാൻ സന്മനസ്സുള്ളവരായിരിക്കണം. അതിനായി കത്തുന്ന മെഴുകുതിരി പോലെ നാം പ്രവർത്തിക്കേണ്ടതുണ്ട്. കത്തുന്ന മെഴുകുതിരി പോലെ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അത് ഉരുകിത്തീരുകയാണ്, എന്നാൽ മറ്റുള്ളവർക്ക് പ്രകാശം നൽകുന്നു. അതിൻ്റെ ദൗത്യം അതാണ്. നമ്മൾ അങ്ങനെ ഉള്ളൊരു നല്ല പ്രവൃത്തി ചെയ്യുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രകാശമുള്ളവരായിരിക്കും. നമ്മൾ പ്രകാശമുള്ളവർ ആയിരുന്നെങ്കിൽ മാത്രമേ മറ്റുള്ളവർക്കും നമ്മുടെ പ്രകാശത്തിൽ ശോഭിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതായത് ആ മെഴുകുതിരിയെ പോലെ നമുക്ക് പ്രവർത്തിക്കാം. ദൈവം നമുക്ക് കാണിച്ചു തന്നതായ ആ കാര്യങ്ങൾ, അതായത് യോഹന്നാൻ ശ്ലീഹായുടെ 8-ാം സുവിശേഷം 12-ാം വാക്യത്തിൽ പറയുന്നത്,
ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവർ ഒക്കെയും വെളിച്ചത്തിൽ ജീവിക്കും എന്ന് പറയുന്ന ആ വേദഭാഗം നമ്മുടെ ഹൃദയത്തിൽ സംഹരിച്ചുകൊണ്ട് നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി വെളിച്ചം പകരുവാനായിട്ട് ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നമ്മളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.